നമ്മളിപ്പോൾ നിൽക്കുന്നത് രാപ്പാൽ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൻ്റെ മുന്നിലാണ്. നമ്മളോടൊപ്പം നടുവും ഹരിനമ്പൂതിരി ഹരിനമ്പൂരി തിരുമേനിയുണ്ട്. അപ്പോൾ തിരുമേനി, ഈ ക്ഷേത്രത്തിൻ്റെ ഒരു പ്രത്യേകത ആണ്, സന്താനലബ്ധിക്കായിട്ടൊരു പ്രത്യേകതരം വഴിപാട് ഒരു മാസത്തോളം ഉണ്ടെന്ന് കേട്ടു. അതെന്താണ്? അതിനെക്കുറിച്ച് ഒന്ന് വിശദീകരിക്കാമോ? പറയാമത്. നമസ്കാരം, എല്ലാവർക്കും നമസ്കാരം. രാപ്പാൽ ശ്രീ ക്ഷേത്രം ഇത് തൃശ്ശൂർ ജില്ലയിലെ പുതുക്കാട് അടുത്ത് കുറുമാലിപ്പുഴയുടെ തീരത്താണ് ഈ ക്ഷേത്രം. ക്ഷേത്രത്തിൽ ശ്രീകൃഷ്ണനാണ് പ്രതിഷ്ഠ. ശ്രീകൃഷ്ണൻ പ്രതിഷ്ഠയാണെങ്കിൽ തന്നെ ഈ വെണ്ണക്കണ്ണനായിട്ട് ബാലഭാവത്തിലുള്ള ശ്രീകൃഷ്ണനായിക്കൊണ്ടാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. അത് വളരെ അപൂർവമായിട്ടുള്ളൊരു പ്രതിഷ്ഠയാണ്. രണ്ട് കൈകളിലും വെണ്ണയായിട്ട്. സാധാരണ പല സ്ഥലങ്ങളിലും ഒരു കൈയിൽ വെണ്ണയായിട്ടാണ്, പക്ഷേ ഇവിടെ ബാലഭാവത്തിലുള്ള ശ്രീകൃഷ്ണനാണ്. രണ്ട് കൈകളിലും വെണ്ണയായിട്ടുള്ള ഭഗവാനായിട്ടാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. ഇവിടെ അനവധി കാലങ്ങളായിട്ട് കുട്ടികൾക്ക് ഏറ്റവും പ്രാധാന്യമുള്ള സ്ഥലം ക്ഷേത്രം എന്നുള്ള നിലയ്ക്കാണ് ഇവിടെ അറിയപ്പെടുന്നത്. അത് കുട്ടികളെ ക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്ക്, ക്ഷേത്രത്തിൻ്റെ മതിൽക്കകത്തേക്ക്, സവിധത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ഒരാൾ പോലും കുട്ടികളെ എന്ത് ചെയ്താലും ശകാരിക്കാൻ പാടില്ല എന്നൊരു നിയമം കൂടിയുണ്ട്. അത്രയ്ക്കും ഭഗവാനും കുട്ടികളുമായിട്ടുള്ള താതാത്മ്യമായിട്ടുള്ള ആ ഒരു ബന്ധമുണ്ട്. അതുകൊണ്ട് തന്നെ ക്ഷേത്രമതിൽക്കകത്ത് കുട്ടികളെ ശകാരിക്കുകയോ കുട്ടികൾ എന്ത് ചെയ്താൽ അതിനെ നീരസപ്പെടുത്തുന്ന രീതിയിൽ വർത്തമാനം പറയുകയോ ഒന്നും ചെയ്യാറില്ല. കുട്ടികൾക്കാണ് പ്രാധാന്യം. അങ്ങനെ ഒരു ഭാവത്തിലിരിക്കുന്ന ഭഗവാന് എല്ലാ വർഷവും ധനുമാസം 1-ാം തീയതി മുതൽ 30 ദിവസം, അതാണ് കണക്ക്, ദധ്യന്നം എന്നു പേരായിട്ടുള്ളൊരു പ്രത്യേക വഴിപാടുണ്ട്. കലാകാലങ്ങളായിട്ട് നടന്നു വരുന്ന വഴിപാടാണ്. കേരളത്തിലെ വളരെ പൂർവ്വം ക്ഷേത്രങ്ങൾ എന്ന് തന്നെ പറയാം ഈ വഴിപാടുള്ളത്. ഇത് കാലത്ത് സൂര്യോദയത്തിന് മുമ്പ് ഈ പ്രത്യേക നിവേദ്യം ഭഗവാന് നിവേദിക്കും. ഇത് ദധ്യന്നം എന്ന് പറയുമ്പോൾ ദധി പ്ലസ് അന്നം ദധ്യന്നം എന്നാണ് കണക്ക്. ദധി എന്ന് പറയുമ്പോൾ തൈര്, പച്ചക്കുരുമുളക്, ഇഞ്ചി, ഉപ്പുമാങ്ങ, ഉപ്പ്. ഇത് പ്രത്യേകമായിട്ട് നിവേദ്യം ഉണ്ടാക്കിക്കഴിഞ്ഞ് ഈ പച്ചക്കുരുമുളക്, ഉപ്പുമാങ്ങ, ഇഞ്ചി നുറുക്കിയത്, ഉപ്പ്, തൈരൊക്കെ ഒഴിച്ച്, അത് പ്രത്യേക അനുപാതത്തിലാണ് ഇതൊക്കെ ചെയ്യുന്നത്. അത് കൃത്യമായിട്ടുള്ള അനുപാതമാണ്. അതിലൊഴിച്ച് ഭഗവാന് നിവേദിക്കുകയാണ്. സൂര്യോദയത്തിന് മുമ്പ് ഇത് നിവേദിക്കണം എന്നാണ് കണക്ക്. അതിൻ്റെ ഒരു ഐതിഹ്യം എന്നാണെങ്കിൽ മഹാഭാരത യുദ്ധം നടന്നത് ധനുമാസം 1 മുതൽ 18 ദിവസമാണ്. ഈ 18 ദിവസം പാണ്ഡവരിൽ അർജുനൻ്റെ സാരഥിയായിരുന്ന ശ്രീകൃഷ്ണ ഭഗവാൻ കാലത്ത് യുദ്ധത്തിന് പോകുമ്പോൾ പാണ്ഡവരും ഇവരും കൂടിയിട്ട് ഈ ദധ്യന്നം പാഞ്ചാലി ഉണ്ടാക്കി കൊടുത്ത ഈ അന്നം കഴിച്ച് പോയി എന്നാണ് ഐതിഹ്യം. അങ്ങനെ അംഗബലത്തിൽ വളരെ തുലവും കുറവായിരുന്ന പാണ്ഡവർ യുദ്ധം വിജയിക്കുകയും അവരുടെ സന്തതി പരമ്പരയെ മുഴുവൻ ബ്രഹ്മാസ്ത്രം കൊണ്ട് അശ്വത്ഥാമാവ് നശിപ്പിച്ചിട്ടും അവരെ പുനർജീവിക്കുകയും ചെയ്തു. അതിൻ്റെ ഒരു ഐതിഹ്യം കൊണ്ടാണ് ഇവിടെ ഈ ക്ഷേത്രത്തിലെ ദധ്യന്നം കുട്ടികൾക്കായിട്ട് എന്നും സമർപ്പിക്കപ്പെടുന്നത്. ഈ ധനുമാസം 30 ദിവസം ഇവിടെ സമർപ്പിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഏറ്റവും കൂടുതൽ കാര്യസാധ്യത്തിന്, പാണ്ഡവരുടെ ആ വിജയം കാര്യസാധ്യത്തിനും സന്താനലബ്ധിക്കും ഏറ്റവും ഉത്തമമായ ഉദാഹരണമായിട്ട് കണ്ടുവരുന്നുണ്ട്. ഭഗവാൻ അനുഗ്രഹിച്ച് അത് തരുന്നുണ്ട്. ഇഷ്ടംപോലെ വ്യക്തികൾ ഇങ്ങനെ കാര്യങ്ങൾ സാധിക്കാനും അതുപോലെ തന്നെ സന്താനവിഷയമായിട്ടൊക്കെ ബന്ധപ്പെട്ട ആൾക്കാർ ഇത് വഴിപാട് കഴിച്ചവർക്ക് അനവധി ഫലങ്ങൾ വന്നതായിട്ടാണ് നമുക്ക് തെളിവ്. ആ തെളിവാണല്ലോ നമുക്ക് ഭഗവാന്റെ അനുഗ്രഹം എന്നുള്ളത്. ഇത് അപ്പോൾ ആ ധനുമാസം 1 മുതൽ 18 വരെ ഇതിൻ്റെ കണക്കനുസരിച്ച് നമ്മൾ ധനു 1 മുതൽ 18 വരെയും പിന്നെ ധനുമാസം മുഴുവനായിട്ടും ഈ വഴിപാട് ഇവിടെ നടത്തുന്നുണ്ട്. കാലത്ത് ഉദയത്തിന് മുൻപായിട്ട് നിവേദിക്കും. അത് കഴിഞ്ഞാൽ 7 മണിയോട് കൂടിയിട്ട് നിവേദ്യം പുറത്തേക്ക് എടുത്ത് ഇവിടെ നിറച്ച് ഈ നടപ്പുരയിൽ മുഴുവൻ കുട്ടികളായിരിക്കും, നിറയെ കുട്ടികളായിരിക്കും. 7 മണി കഴിഞ്ഞാൽ കുട്ടികളെത്തും. 7:15 ആകുമ്പോഴേക്കും അത് കൊടുത്തു തുടങ്ങും. ദധ്യന്നം വിളമ്പും, പാൽപ്പായസം വിളമ്പും, ശർക്കര പായസം വിളമ്പും, വെണ്ണ വിളമ്പും, കദളിപ്പഴം വിളമ്പും. ഇത്രയും കാര്യങ്ങൾ കുട്ടികൾക്ക് വിളമ്പി അവരെല്ലാവരും ഭക്ഷിക്കും. അതോടൊപ്പം ഇത് വഴിപാട് നടത്തുന്ന വ്യക്തികൾ എന്താണെങ്കിൽ അവർ വന്ന് ഈ കുട്ടികൾ ഭക്ഷണം കഴിക്കുമ്പോൾ അവരെ ഒന്ന് പ്രദക്ഷിണം വെച്ച് നമസ്കരിച്ച് എന്തെങ്കിലും കുട്ടികൾക്ക് കൊടുക്കുക എന്നുണ്ട്. നമ്മൾക്ക് അങ്ങനെയുണ്ടല്ലോ, ഈശ്വരനെ കാണാൻ പോകുമ്പോഴും കുട്ടികളെ കാണാൻ പോകുമ്പോഴും വെറും കൈയോടുകൂടി പോകരുതെന്ന് പറയുക. അപ്പോൾ കുട്ടികൾക്ക് ലഡു ആയിക്കോട്ടെ, ജിലേബി ആയിക്കോട്ടെ, ചോക്ലേറ്റ് ആയിക്കോട്ടെ, വസ്ത്രമായിക്കോട്ടെ, അങ്ങനെയൊക്കെ കൊടുത്ത് കുട്ടികളെ സന്തോഷിപ്പിക്കുക എന്നൊരു ചടങ്ങുണ്ട്. അത് വളരെ ഭംഗിയായിട്ട് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ഇവിടെ നടന്നു വരുന്നുണ്ട് അനവധി കാലങ്ങളായിട്ട്. അപ്പോൾ ഈ കുറച്ച് കാലമായുള്ളൂ ഈ ഇത്രയധികം കുട്ടികൾ ഇവിടെ വിപുലമായിട്ട്. മറ്റത് പണ്ട് ഉള്ളിലാണിത് ചെയ്യാറുള്ളത്. ഇപ്പോൾ കുട്ടികളുടെ ബാഹുല്യം നിമിത്തം അത് നമ്മൾ
പുറത്തേക്ക് കുട്ടികൾക്കായിട്ട് അപ്പോൾ ഭക്തജനങ്ങൾക്ക് മുഴുവൻ കാണുകയും ചെയ്യാം. അങ്ങനെ ഒരു അവസ്ഥയിലാണ് ഇത്. ഏറ്റവും ഉത്തമമായിട്ടുള്ള നമുക്ക് അന്നദാനം മഹാദാനം എന്നാണല്ലോ അതിൻ്റെ ഒരു പ്രമാണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭഗവാന് നിവേദിക്കുകയും നിവേദിച്ചത് മുഴുവൻ കുട്ടികൾക്കും ഭക്തജനങ്ങൾക്കായിട്ട് വിതരണം ചെയ്യുന്നു. അത് ഇങ്ങനെ ഈ കാര്യസാധ്യത്തിനും സന്താനലബ്ധിക്കും ഏറ്റവും ഉത്തമമായ വഴിപാടായിട്ട് നമ്മൾ കണ്ടുവരുന്നുണ്ട്. ഈ 30 ദിവസം അന്നദാനമുണ്ടോ? 30 ദിവസവും അന്നദാനം അങ്ങനെയില്ല. കാലത്ത് വരുന്നവർക്ക് കാപ്പി പലഹാരം ഉണ്ട്. നമ്മളൊരു 9:30 മണിയോട് കൂടിയിട്ട് ഇത് അവസാനിക്കും. പിന്നെ തിരുവോണം, 30 വ്യാഴാഴ്ച അങ്ങനെയുള്ള ദിവസം, ഇത് കഴിയുന്ന ദിവസം അങ്ങനെയൊക്കെ പ്രത്യേകമായിട്ട് അന്നദാനം ഉണ്ടായിരിക്കും. ഇത് ഈ ഒരു മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ചടങ്ങുകൾ ധനുമാസം 1-ാം തീയതി മുതൽ 30 ദിവസം എന്നാണ് കണക്ക്. അതാണ് അതിൻ്റെ കണക്ക്. അപ്പം അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എന്തെങ്കിലും വഴിപാടുകൾ പ്രത്യേകിച്ച് ഇവിടെ ഉണ്ട്? ഇവിടെ പാൽപ്പായസവും വെണ്ണയും കദളിപ്പഴവും വലിയ ഗംഭീരമായിട്ടുള്ള വഴിപാടാണ്. അത് എന്നും ഉണ്ടാവും. പിന്നെ ഇവിടെ സഹസ്രചതുരാക്ഷി എന്ന പേരായിട്ടുള്ള ഒരു പുഷ്പാഞ്ജലി ഉണ്ട്. അത് ഏറ്റവും കൂടുതൽ നമ്മുടെ ഐശ്വര്യത്തിനായിട്ട്, കുടുംബ ഐശ്വര്യത്തിന്, മനസ്സമാധാനത്തിന്, കാര്യസാധ്യത്തിനൊക്കെ ഏറ്റവും നല്ല രീതിയിൽ ഭഗവാന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട വിശേഷപ്പെട്ട മന്ത്രമാണ്. അത് 1001 10,001 ലക്ഷം ഒരു അങ്ങനെയൊക്കെ ആയിട്ട് സഹസ്രചതുരാക്ഷി കാലത്ത് നേരെ ജപിച്ച് ഭഗവാൻ അത് സമർപ്പിക്കപ്പെടുന്നുണ്ട്. ഇതിന്റെ തന്ത്രി കുടുംബം എന്ന് പറയുന്നത് ഈ ക്ഷേത്രത്തില് ഞങ്ങൾ 5 ഊരായ്മ കുടുംബങ്ങളാണ്. അതായത് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഈ ക്ഷേത്രത്തിലെ 5 കുടുംബങ്ങളിലെ എല്ലാവരും ഇവിടുത്തെ തന്ത്രിമാരാണ്. അങ്ങനെയാണ്. പന്തൽ വൈദികൻ, കിഴക്കിനേടത്ത് മന, പറപ്പൂക്കര മന, വ്യാപ്പാൾ നടുവം, നന്ദിക്കര നടുവം, ഇങ്ങനെയുള്ള ഇത്ര പറപ്പൂക്കര മന. അപ്പോൾ ഇത്രയധികം കുടുംബങ്ങളിലെ എല്ലാവരും തന്ത്രിമാരാണ്. എല്ലാവർക്കും പൂജ ചെയ്യാം. അങ്ങനെയാണ് അതിൻ്റെ ഒരു പ്രാധാന്യമുള്ളത്. ഇതാണ് ഈ കൃഷ്ണന്റെ ഈ രൂപമാണ് വേണ്ടത്, അല്ലെങ്കിൽ ഇതിന്റെ ഒരു പ്രതിഷ്ഠ ഉണ്ടായിരുന്നുണ്ടാവുമല്ലോ, ആ സമയത്ത് ഇതാണ് രൂപം എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അത് ഇങ്ങനെയായിരുന്നു. അത് ആ ചോദ്യം വളരെ വളരെ പ്രസക്തമായിട്ടുള്ളൊരു ചോദ്യമാണ്. ഇത് എത്ര കാലമായി ഈ ക്ഷേത്രം ഇവിടെ വന്നിട്ട് എന്നുള്ളതിന് ഒരു തെളിവ് വ്യക്തമായിട്ട് കിട്ടുന്നില്ല. പക്ഷേ ഇവിടേക്ക് ബിംബം പൂർത്തിയാക്കാനായിട്ട് കൊടുത്തപ്പോൾ, എല്ലാവരുടെയും പ്രാർത്ഥനയ്ക്കനുസരിച്ച് കൊടുത്തപ്പോൾ അത് ഇങ്ങനെയൊരു ഭഗവാന്റെ വിശേഷപ്പെട്ട ബിംബമായിട്ട് നമുക്ക് ലഭിച്ചു എന്നുള്ളതാണ് ഏറ്റവും സന്തോഷകരം. ബാലഭാവത്തിലാണ് നിൽക്കണേ. ഇങ്ങനെ കുട്ടികളിങ്ങനെ ഓടാൻ നിൽക്കില്ലേ, അതുപോലെയാണ് ഭഗവാൻ നിൽക്കണേ. ഒരു 5 വയസ്സായിട്ടുള്ളൊരു ബാലൻ 2 കൈയിലും വെണ്ണയൊക്കെ ആയിട്ട് നിൽക്കുന്ന ആ ഒരു ഇതാണ് വളരെ വളരെ വിശേഷപ്പെട്ട. നമുക്ക് ആ നടക്കിൽ നിന്ന് തൊഴുതു കഴിഞ്ഞാൽ പിന്നെ പോരാൻ തോന്നില്ല. അങ്ങനെ കുട്ടികളുടെ മുമ്പിൽ നമ്മൾ നിൽക്കുമ്പോൾ അങ്ങനെയാണല്ലോ, അതേ മട്ടാണ്. മാഷാണെന്ന് പറഞ്ഞല്ലോ, മാഷ് കുട്ടികളെ എങ്ങനെയാണ് കാണാൻ? ഈ ഒരു അമ്പലത്തിന്റെ ഒരു ഭാഗം എന്നുള്ള നിലയ്ക്ക് ചോദിച്ചതാണ്. ഞാൻ ഈ കുട്ടിക്കാലം തൊട്ട് എൻ്റെ ഓർമ്മ വെച്ച കാലം തൊട്ട് കാലത്ത് എണീറ്റ് കഴിഞ്ഞാൽ പല്ലുതേപ്പും കുളിയും കഴിഞ്ഞാൽ ഇവിടെ വരും. എങ്ങനെ നെയ്യ് സേവിക്കുക എന്നൊരു ചടങ്ങുണ്ട്. ദിവസവും കാലത്ത് ഭഗവാന് നിവേദിച്ച നെയ്യ് ഒരു ഇലക്കഷ്ണത്തിൽ തരും. അത് സേവിക്കും. സേവിച്ചതിന് ശേഷമാണ് ബാക്കി ഭക്ഷണം കഴിക്കാറുള്ളൂ. അപ്പം ഞങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലുമൊക്കെ പഠിക്കാനോ വലുതാവാനോ ഒക്കെ സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് ഭഗവാന് മന്ത്രസിദ്ധിയോട് കൂടിയിട്ട് ഭഗവാന് ജപിച്ച നെയ്യിൻ്റെ അനുഗ്രഹം കൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ എങ്ങനെയാണോ കുട്ടികളെ നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്, പെരുമാറുന്നത്, അതുപോലെ എല്ലാ കുട്ടികളും ഈശ്വരന്മാരാണ് എന്നുള്ളൊരു മനോഭാവത്തിൽ മാത്രമാണ് വിദ്യാലയത്തിലും നമ്മൾ പെരുമാറാണ്. അവർ ചീത്ത കുട്ടി നല്ല കുട്ടി എന്നൊന്നുമില്ല. കുട്ടികളിൽ ചീത്ത സ്വഭാവം ഉണ്ടാവാം, നല്ല സ്വഭാവം ഉണ്ടാവാം. ആ ചീത്ത സ്വഭാവത്തെ മാറ്റിയാൽ എല്ലാവരും നല്ല കുട്ടികളായി മാറി. കുട്ടികളെല്ലാവരും നല്ലവരാണ്. ആ ചീത്ത സ്വഭാവം ഉണ്ടെങ്കിൽ അതിനെ മാറ്റിയേ വേണ്ടൂ. അതാണ് ഭഗവാൻ നമ്മളോട് ഉദ്ഘോഷിക്കുന്നത്, എല്ലാവരും എൻ്റെയാണ് എന്നുള്ളത്. ഇന്നത്തെ കാലഘട്ടത്ത് ഇപ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ നടന്നു വരുന്നുണ്ടല്ലോ. അപ്പോൾ മാഷാണ്, അതുപോലെ ഇങ്ങനെ ഒരു അമ്പലത്തിന്റെ ഊരായ്മക്കാരനാണ്. അപ്പോൾ ഇത് രണ്ടും കൂടിയിട്ട് കൂട്ടിയിണക്കുമ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു കാലഘട്ടത്തെ കുട്ടികളുടെ ഈ മാറി വരുന്ന സാഹചര്യം ഉണ്ട്. അതായത് അവർ ഡ്രഗ്സിന് അഡിക്റ്റ് ആവുന്നു, അതുമാതിരി സ്വന്തം അമ്മയും അച്ഛനെ വരെ കൊല്ലുന്ന ഒരു സാഹചര്യം. അതിനെക്കുറിച്ച് എന്താണ്? ഇത് ഈ ചോദ്യം എനിക്ക് വളരെ ഇഷ്ടമായി. അതിന് ഞാൻ മറുപടി പറയുകയാണ്. ഇത് രണ്ടും ചേർന്ന ഈ ഒരു എന്താ പറയുക താതാത്മ്യം, അതായത് ഒരു അധ്യാപകൻ എന്ന നിലയ്ക്കും
ഇവിടുത്തെ ഒരു ഭക്തൻ എന്ന നിലയ്ക്ക് ഇവിടുത്തെ പ്രവർത്തിക്കാൻ ഭഗവാൻ അനുഗ്രഹം തരുന്നുണ്ട്. ആ നിലയ്ക്കും എനിക്കിത് യോജിപ്പിക്കാൻ തന്നെയാണ് തോന്നുന്നത്. കാരണം ഈ ദധ്യൻ്റെ കാലത്ത് ഒരു വിഷയം തന്നെ പറയാം. കുട്ടികൾ 7 മണിക്ക് ശേഷം 7:30 8 മണിക്കൊക്കെ എഴുന്നേറ്റിരുന്ന കുട്ടികൾ ഞങ്ങൾ പ്രത്യേകം പറഞ്ഞ് ഇവിടെ വന്ന് കുളിച്ച് പ്രദക്ഷിണം വെച്ച് എന്നിട്ട് വേണം ദധ്യനത്തിന് ഇരിക്കാൻ പറയുമ്പോൾ 5:30 കഴിയുമ്പോഴേക്കും കുട്ടികൾ എണീക്കുകയാണ്. 100 ചില്ലാനം കുട്ടികൾ ദിവസം, ചില ദിവസം 150 200 കുട്ടികൾ പുറമേ നിന്നും വരുന്നുണ്ട്. അപ്പോൾ അവരൊക്കെ നേരത്തെ എണീറ്റ് കുളിച്ച് അവരുടെ ദർശനമൊക്കെ കഴിഞ്ഞ് നമുക്കറിയാലോ, നമ്മളൊരാഴ്ച ഒരു കാര്യം കൃത്യമായിട്ട് ചെയ്താൽ അത് നല്ലതായിക്കോട്ടെ ചീത്തയായിക്കോട്ടെ ആ അനുഭവം നമ്മുടെ മനസ്സിലുണ്ടാവും. അതാണ് നമുക്ക് മാതൃക. അതുപോലെ 1 മാസത്തോളം ഈ കുട്ടികൾ ഇവിടെ വന്ന് ദിവസവും കുളിച്ച് തൊഴുത് ഈ ശർക്കര പായസവും നിവേദിച്ച പാൽപ്പായസവും വെണ്ണയും കദളിപ്പഴവും കഴിക്കുമ്പോൾ ആ ബാലഭാവം അല്ലെങ്കിൽ ആ സാത്വിക ഭാവം ഭഗവാന്റെ അനുഗ്രഹം അവരിലുണ്ടാവും. ഇവർ ഇനി ഡ്രഗ്സിനും മറ്റു കാര്യങ്ങൾക്കും അഡിക്റ്റ് ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പാൽപ്പായസത്തിന് അഡിക്റ്റ് ആയേക്കാം, വെണ്ണയ്ക്ക് അഡിക്റ്റ് ആയേക്കാം, പക്ഷേ ഡ്രഗ്സിന് അഡിക്റ്റ് ആവില്ല. കാരണം അവരിൽ അത്രയ്ക്ക് ഞങ്ങൾ പറ്റുന്ന ദിവസങ്ങളിലൊക്കെ കുട്ടികൾക്ക് കുറച്ച് സത്സംഗം പറയാറുണ്ട്. നിങ്ങൾ ദിവസവും വരണം, കുളിക്കണം, ക്ഷേത്ര ദർശനം ചെയ്യണം, നിങ്ങൾക്ക് വേണ്ട മാതൃകകൾ ഞങ്ങൾ പറഞ്ഞു തരാം എന്ന് പറയാറുണ്ട്. അപ്പോൾ അത്രയും കുട്ടികളെ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട് ഭഗവാൻ അവരെ കൈപിടിച്ച് ഉയർത്തിക്കോളും. അവർ ഈ രീതിയിൽ പോവില്ല. കുറേ ഇത്തരം സത്സംഗങ്ങൾ ഞങ്ങൾക്ക് ചെയ്യണമെന്നുണ്ട്, അതിൻ്റെ ഒരു സ്റ്റെപ്പൊക്കെ വയ്ക്കുന്നുണ്ട്. അല്ല, കഴിഞ്ഞ ദിവസം ന്യൂസിലൊരു സംഭവം കേട്ടിരുന്നു. പിയർ ഇൻഫ്ലുവൻസ്, അതായത് സംഘത്തിന്റെ ഇൻഫ്ലുവൻസ്, കൂട്ടുകാരുടെ ഇൻഫ്ലുവൻസ്. ഈ പറഞ്ഞതുപോലെ സത്സംഗം കൂടാത്തത് ഒരു കാരണമാണോ? തീർച്ചയായിട്ടും അതെ. അതിൽ യാതൊരു സംശയവുമില്ല. കാരണം നമുക്ക് എപ്പോഴും സത്സംഗം കൊണ്ട്, ഞാൻ അതിൻ്റെ ഒരു ഉദാഹരണം കൂടി പറയാം. ഇവിടെ വന്നിരുന്ന ചില കുട്ടികളുടെ മൗത്ത് പബ്ലിസിറ്റി ഉണ്ടല്ലോ, അത് മുഖാന്തരം ദൂരെ നിന്നുള്ള കുട്ടികൾ വരെ അവരുടെ ഫ്രണ്ട്സ് വരെ ഇവിടെ വന്നിട്ട് അവരിതിൽ കൂടുന്നുണ്ട്. അവർക്കത് വളരെ ഇഷ്ടമാവുന്നുണ്ട്. അടുത്ത വർഷം 30 ദിവസം ഞങ്ങൾ വന്ന് ഓട്ടോറിക്ഷ വിളിച്ചിട്ടാണെങ്കിലും ഞങ്ങൾ വന്നിരിക്കുന്ന അവർ പറഞ്ഞത്. അപ്പോൾ ആ ഒരു സ്വഭാവം, കാലത്ത് കുളിക്കാനും നാമം ജപിക്കാനും ഇങ്ങനെ ഒരു അന്തരീക്ഷം വളരെ വലുതാണ്. നമ്മളെപ്പോഴും ഗുരുവായൂർ ക്ഷേത്രത്തിലൊക്കെ പോയിട്ട് ആ നാരായണ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സ് വിമലീകരിക്കപ്പെടുകയാണ്. അത്തരം ഒരു അന്തരീക്ഷം കുട്ടികൾക്ക് ഞങ്ങളിവിടെ സംജാതമാക്കി കൊടുക്കുന്നുണ്ട്. അത് അവരുടെ ഭാവിക്ക് ഏറ്റവും ശുഭകരമാവും എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. ഒരുപാട് നല്ല അറിവുകൾ, അതായത് ഈ അമ്പലത്തെ കുറിച്ചിട്ട് നല്ല ഇൻഫോർമേഷനും ഒപ്പം തന്നെ പൊതു താല്പര്യമായിട്ടുള്ള ചില വിഷയങ്ങളും ഉള്ളിലൂടെയാണ് മാഷും ഊരായ്മക്കാരനുമായിട്ടുള്ള ഇദ്ദേഹം നമുക്ക് പകർന്നു തന്നത്. എന്തായാലും എല്ലാവരും വരിക, രാപ്പാൽ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലേക്ക്. നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും സഫലമാവും. ഈ എപ്പിസോഡ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുന്നു. നന്ദി, നമസ്കാരം. കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.